യമുന നദി കാലി പൂണ്ട് ഒഴുകുന്ന സാഹചര്യത്തിൽ രാജ്യതലസ്ഥാനം അതീവ ജാഗ്രതയിലാണ്. പ്രധാന റോഡുകളിൽ വൻതോതിൽ വെള്ളമുയർന്നതോടെ ദില്ലി സ്തംഭിച്ച അവസ്ഥയാണ്. എന്നാൽ യമുന നദിയിലെ ജലനിരപ്പിൽ നേരിയ കുറവുണ്ടെങ്കിൽ പോലും ദില്ലി നഗരത്തിൽ ജലം ഒഴുകിയെത്തുന്നത് തുടരുകയാണ്. കഴിഞ്ഞ 45 വർഷത്തിനിടെ ആദ്യമായാണ് യമുന കരകവിഞ്ഞ് നഗരത്തിലൂടെ ഒഴുകുന്നത്. സുപ്രീം കോടതി പരിസരത്ത് വരെ വെള്ളമെത്തി. മധുര റോഡിന്റെയും ഭഗ്വൻദാസ് റോഡിന്റെയും ചില ഭാഗങ്ങളിൽ വെള്ളം കയറി. പ്രളയഭീഷണി കണക്കിലെടുത്ത് സ്കൂളുകൾ, കോളേജുകൾ, അടിയന്തര സേവന ഗണത്തിൽ ഉൾപ്പെടാത്ത സർക്കാർ ഓഫീസുകൾ എന്നിവയ്ക്ക് 16 വരെ അവധി പ്രഖ്യാപിച്ചു. നാളെ ദില്ലിയിൽ ഓറഞ്ച് അലർട്ടാണ്. 6 ജില്ലകളിൽ പ്രളയത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇവിടങ്ങളിൽ ജനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സൗകര്യം അനുവദിക്കുന്നതും പരിഗണിക്കാനും സർക്കാർ നിർദ്ദേശിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ, ഭാരവാഹനങ്ങൾ എന്നിവ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നതും നിരോധിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 12 സംഘങ്ങളെ രക്ഷാപ്രവർത്തനങ്ങൾക്കും നിയോഗിച്ചിട്ടുണ്ട്. ചെങ്കോട്ട അടച്ചു. നാളെ സ്ഥിതി നോക്കിയ ശേഷം തുറക്കുന്ന കാര്യം തീരുമാനിക്കും. ജലനിരപ്പ് ഉയർന്നതിന് പിന്നാലെ യമുന നദീതീരത്ത് താമസിക്കുന്നവർ എത്രയും വേഗം വീടുകൾ ഒഴിഞ്ഞ് ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു. പ്രളയഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലുള്ളവരെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ക്രമീകരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിരുന്നു. പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിനായി 16 കൺട്രോൾ റൂമുകളും ഡൽഹി സർക്കാർ തുറന്നു. ഡൽഹി, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയാണ് ഈ ജലനിരപ്പ് ഉയരാൻ കാരണമായത്. ഹിമാചലിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം ഹരിയാനയിലെ ഹഗ്നികുണ്ട് അണക്കെട്ടിൽ നിന്നും യമുനയിലേക്ക് തുറന്നു വിട്ടതോടെയാണ് ഡൽഹി പ്രളയജലത്തിൽ മുങ്ങിയത്. 23,692 പേരെയാണ് ഇതുവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ജനം പുറത്തിറങ്ങരുതെന്നും വീടുകളിൽ തന്നെ തുടരണമെന്നും ഡൽഹി സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ ഫോണിൽ വിളിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും അദ്ദേഹം സംസാരിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് മോദി അറിയിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം അപരിചിതമായ സാഹചര്യം നേരിടുന്നത്. പെയ്തിറങ്ങിയ പേമാരി ദില്ലിയെയും 6 സംസ്ഥാനങ്ങളെയുമാണ് വെള്ളത്തിൽ മുക്കിയത്. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഇടിമിന്നലുമായി 150 പേർ മരിച്ചു. 6000 കോടി രൂപയുടെ നാശനഷ്ടം ഹിമാചൽ പ്രദേശിൽ മാത്രം കണക്കാക്കുന്നു. ഗംഗ, അളകനന്ദ തുടങ്ങിയ നദികളിലെ വെള്ളപ്പൊക്കം ഉത്തരാഖണ്ഡിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഉത്തരാഖണ്ഡിലും ദില്ലിയിലും വെള്ളപ്പൊക്കം പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് അടക്കമുള്ള മേഖലകൾക്കും ഭീഷണിയാണ്.